ഇന്നൊരു നൈറ്റ് ടു മോർണിംഗ് വ്ലോഗ് ആട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഒരു 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓൺ വോയിസിൽ ഒരു ഇൻട്രോ ചെയ്യാമെന്ന്. കുറേ ആയി, എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷത്തിന് മേലെയായി ഇപ്പോൾ ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്തിട്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഓൺ വോയിസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത്. പറഞ്ഞാൽ ഇപ്പോൾ സമയം 12 മണി, പുറത്ത് -3 ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ. പക്ഷെ നല്ല തണുപ്പുണ്ട്, ഫീൽസ് ലൈക്ക് എത്രയോ ആണ്. അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഷെസ് കുറച്ച് മുമ്പ് മേളിലോട്ട് പോയപ്പോൾ അവൻ്റെ സ്കേറ്റിംഗ് ഷൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിക്ക് വാശിയായിരുന്നു, അവനിക്ക് പുറത്ത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ പറഞ്ഞു തണുപ്പ് കൂടുതലാണ്, വേണ്ട എന്ന് പറഞ്ഞിട്ട് ആള് കേട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇക്കാക്കനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അത് കണ്ടിട്ട് വരാം. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഈ രാത്രി തണുപ്പത്ത് പുറത്ത് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ. ഷെസുവിനതൊന്നും മൈൻഡില്ല, പക്ഷെ ഇക്കക്ക് ചെറുതായിട്ട് തണുക്കണൊക്കെ ഉണ്ട്. ആ നിപ്പ് കണ്ടാലും അറിയാം. ഷെസു എന്തായാലും മറന്നു പോയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു സംഭവം. പക്ഷെ അവനിക്ക് എന്തോ ഒരു താല്പര്യം കയറിയിട്ട് വിളിച്ചുകൊണ്ട് പോയ പോക്കാണ് കേട്ടോ അത്. ഞാൻ വിചാരിച്ചു എന്ന് അങ്ങനെ ആവട്ടെ എന്ന്. ഇവിടെ ഈ വീട്ടിൽ ഔട്ടായി നിൽക്കണമെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം 2 പേർക്കും മാഷാഅല്ലാഹ് ഈ സംഭവം നന്നായിട്ട് ഓടിക്കാൻ അറിയാം. ഷെസുവിനെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ വെച്ചിട്ട് നമ്മൾ റോട്ടിലൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് വന്നപ്പോൾ നമുക്ക് വിൻ്ററിൻ്റെ ആ ഒരു സമയമൊക്കെ ആയി, പിന്നെ ക്ലൈമറ്റൊക്കെ മാറി, അങ്ങനെ ഇറക്കലില്ല. അപ്പോൾ രാത്രി തന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ തണുപ്പായതുകൊണ്ട് തന്നെ അത് പൊങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഓവൻ്റെ അകത്ത്, നമ്മുടെ കുക്കിംഗ് റേഞ്ചിൽ തന്നെ ഉള്ളൊരു ഓവൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും പിറ്റേന്തൊക്കെയുള്ള അപ്പം കാര്യങ്ങളൊക്കെ മാവൊക്കെ പൊങ്ങാൻ വേണ്ടി വയ്ക്കാറ്. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത്. രാവിലെ എണീറ്റ പോലെ തന്നെ ഫേസൊക്കെ ക്ലിയർ ആക്കി നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമാണ്. എനിക്ക് സ്കിന്നിൽ അലർജിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോണത് ബെഡൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തലേ ദിവസം വാഷ് ചെയ്തത് ഫോൾഡ് ചെയ്തെടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഷെസു എണീറ്റിട്ടുണ്ട്. ഷെസുവിനെ കാക്ക ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവനക്ക് ഇന്ന് ക്ലാസ് ഉള്ള ദിവസം ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. പിന്നെ അവനിക്ക് വെക്കേഷൻ ആയിരിക്കും. അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി പെൻഡിങ്ങിലിട്ട പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി എടുത്തു വെച്ചിട്ടുള്ള ആ അപ്പത്തിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയും ആട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുക്കിങ്ങും അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ പറയുമ്പോൾ ഡെയിലി വ്ളോഗാണ്, എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമാണ് കുക്കിങ്ങും അതിൻ്റെ വീഡിയോസും എടുക്കാനായിട്ട്. അങ്ങനെ അപ്പം വലിയ തിരക്കേടില്ലാണ്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട്, പക്ഷേ ചുട്ട് ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇത് നോർമൽ അപ്പം അല്ല, പാലപ്പമാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ആ ഒരു പാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാനിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഷെസ് നേരെ സ്കൂളിലേക്ക് ഇക്കാക്കയാണ് ഇന്ന് ആക്കാൻ വേണ്ടി പോണത്. അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അപ്ഡേഷൻ വീഡിയോ ആണ്, ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഡെയിലി അന്നത്തെ മോർണിംഗ് റൂട്ടീൻ മാത്രം കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും ഞാൻ ഒരു Q&A പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Q&A പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആണോ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എൻ്റെ പ്രോസസ്സ് എങ്ങനെ, പ്രൊസീജിയേഴ്സ് എങ്ങനെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മറന്നതല്ല, ഓൾറെഡി ഞാൻ ആ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഓൾറെഡി എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടുള്ള സംഭവമായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്നാണോ ഷെസു എൻ്റെ ഫോൺ എടുത്തപ്പോഴാണോ എൻ്റെ ഫോണിൽ നിന്ന് ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈമും കിട്ടിയിട്ടില്ല. എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് മടിയായിപ്പോയി ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. കാരണം നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സ് ചത്തു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാനത് ഡെയിലി വ്ളോഗ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് മാക്സിമം ഞാൻ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും 1K ആയ സമയത്ത് ഒരു Q&A ചെയ്യണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. ആ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടുള്ള ഒരു പോസ്റ്റ് Q&A ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനതിപ്പോൾ എന്തായാലും ഒത്തിരി ലേറ്റ് ആവാതെ തന്നെ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്തു. രണ്ടാമതൊരു Q&A ചെയ്യുന്നുണ്ട്. ഷുവറായിട്ട് ഞാൻ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതായത് ഡെയിലി വ്ളോഗ്സ് ഫോക്കസ് ചെയ്യാൻ പാടില്ലേ, ഡെയിലി വ്ളോഗ്സ്
ചെയ്യാൻ കൂടുതൽ പേരും റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീർന്നു പോണ്. ആ ഷോർട്സ് ചെയ്യുന്ന ഒരു സ്റ്റോറി നിങ്ങൾക്കതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പാടില്ലേ. ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെയാണ് താല്പര്യം, പക്ഷെ അതിന് ഇരിക്കാനുള്ളൊരു സമയം കിട്ടാറില്ല. കാരണം ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞു, ഞാൻ ഇവിടെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് അസൈൻമെൻറ്റ്സ്, എക്സാം, ക്ലാസ് ഇതെല്ലാം എനിക്ക് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ, അതും ഡെയിലി വ്ളോഗ്സ് എല്ലാ ദിവസവും എനിക്ക് മുടങ്ങാതെ ചെയ്യാനായിട്ട് പറ്റാറില്ല. ഇപ്പോൾ വെക്കേഷനാണ്, അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് ഫോക്കസ് കൊടുത്തിട്ട് എന്നെ ഞാൻ തന്നെ നിർബന്ധിച്ചിരുത്തുന്നതാണ് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു 5 years ആയി ഞാൻ ഓൾമോസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഗ്രോത്ത്, പിന്നെ എനിക്ക് നാട്ടിലെ ജോബായി, പിന്നെ ഷെസു ആയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നു, വാച്ച് അവർ കുറയുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. പിന്നെ നമ്മളിനി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ വീണ്ടും താഴെ പോകുമോ അല്ലെങ്കിൽ പഴയ പോലെ കയറി പോരോ എന്നൊക്കെ ഉള്ളൊരു ഇതായിട്ട് പിന്നെ മനഃപൂർവ്വം വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ഒഴിവാക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഇരുന്നതാണ്. പിന്നെ ഞാൻ കാനഡയിലേക്ക് എത്തി. ഞാൻ ഷെസുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് നല്ല റീച്ച് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ യൂട്യൂബ് ഞാൻ കാനഡയിൽ എത്തിയതിന് ശേഷം പൊക്കിക്കൊണ്ട് വരുന്നത് കേട്ടോ. ഇപ്പം എന്തായാലും നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട്. എന്തായാലും ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം. അതേപോലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും വീഡിയോ ഇടാത്തതിൻ്റെ റീസണും ഇതായിരുന്നു കേട്ടോ. എനിക്ക് നാട്ടിലാണെങ്കിൽ ജോലി, അങ്ങനെ കുറേ തിരക്കുകൾ, ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പഠിത്തം, അങ്ങനെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് കാണിക്കാൻ മാത്രം ഒരു സ്റ്റോറി എനിക്കില്ല. പക്ഷെ എന്നാലും ഡെയിലി വ്ലോഗ് ആവുമ്പോൾ ഡെയിലി നടക്കണ കാര്യങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ എന്തായാലും മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എൻജോയ് ചെയ്യാൻ തക്ക രീതിക്ക് തന്നെ ഞാനത് എത്തിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയും. ചെറിയൊരു വീഡിയോ ആയിരുന്നു. കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.